ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 60 പുതിയ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ. ആരാണ് ജയിക്കുക, അമേരിക്കയോ ബ്രസീലോ? ഈ ഒരൊറ്റ തീരുമാനമാണ് ഇന്ത്യയുടെ ഭാവിയിലെ എയർ പവർ നിർണ്ണയിക്കാൻ പോകുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു മോഡേണൈസേഷൻ പ്രോഗ്രാം ഇപ്പോൾ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 60 പുതിയ മീഡിയം ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ മത്സരത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത്. ഇത് വെറും ഒരു പർച്ചേസിംഗ് മാത്രമല്ല, ഇന്ത്യയുടെ സൈനിക നീക്കങ്ങളുടെ വേഗതയും കാര്യക്ഷമതയും തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ തീരുമാനമാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്ന ആന്റോനോവ് AN-32 വിമാനങ്ങൾ 1980കളിൽ വാങ്ങിയവയാണ്. കാലം കഴിഞ്ഞതോടെ ഇവയുടെ പരിപാലനം വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. സ്പെയർ പാർട്സുകളുടെ കുറവും ഉയർന്ന മെയിന്റനൻസ് ചെലവും ഈ വിമാനങ്ങളെ പിന്നിലേക്ക് തള്ളുകയാണ്. അതേസമയം ഇല്യൂഷൻ IL-76 വലിയ ശേഷിയുള്ള വിമാനമാണെങ്കിലും അതിന്റെ പ്രവർത്തന ചെലവ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ എയർഫോഴ്സ് കൂടുതൽ കാര്യക്ഷമവും ചെലവ് കുറഞ്ഞതുമായ പുതിയ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ തേടുന്നത്. ഈ സാഹചര്യത്തിലാണ് മീഡിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാം വീണ്ടും വേഗത കൈവരിക്കുന്നത്. ഏകദേശം 100 ബില്യൺ രൂപ ചെലവിൽ 60 വിമാനങ്ങൾ വാങ്ങാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ബൈ ആൻഡ് മേക്ക് മോഡലിലാണ് ഈ പദ്ധതി നടപ്പാക്കുക. ആദ്യഘട്ടത്തിൽ 12 വിമാനങ്ങൾ നേരിട്ട് വാങ്ങും. ശേഷിക്കുന്ന 48 വിമാനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഇവിടെ തന്നെ നിർമ്മിക്കുമെന്നതാണ്. ഇത് മേക്ക് ഇൻ ഇന്ത്യ ലക്ഷ്യത്തിന് വലിയൊരു മുന്നേറ്റമായിരിക്കുമെന്നത് സംശയമില്ലാതെ പറയാൻ സാധിക്കും. ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ 3 പ്രധാന താരങ്ങളാണ് രംഗത്തുള്ളത്. ബ്രസീലിന്റെ എംബ്രയർ നിർമ്മിക്കുന്ന C-390 മിലേനിയം വേഗതയും അത്യാധുനിക സാങ്കേതിക വിദ്യകളും കൊണ്ട് ശ്രദ്ധേയമായ ഒരു ജെറ്റ് ട്രാൻസ്പോർട്ട് വിമാനം. ഏകദേശം 26 ടൺ വരെ ഭാരം വഹിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുടെ ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിക്കുന്ന C-130J സൂപ്പർ ഹെർക്കുലീസ് ഇന്ത്യക്ക് ഇതിനകം പരിചിതമായ, വർഷങ്ങളായി വിശ്വാസ്യത തെളിയിച്ച ഒരു പ്ലാറ്റ്ഫോമാണിത്. ഏകദേശം 20 ടൺ വരെ പേലോഡ് ശേഷിയുള്ള ഈ വിമാനം നിരവധി ദൗത്യങ്ങളിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. മറ്റൊരു താരമാണ് യൂറോപ്പിന്റെ എയർബസ് A400M അറ്റ്ലസും. 30 ടണ്ണിന് മുകളിൽ ശേഷിയുള്ള ഈ വിമാനം വലിയ ക്ലാസ്സിൽ പെടുന്നതിനാൽ MTA ആവശ്യകതയേക്കാൾ അല്പം വലിയ ഓപ്ഷനായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ യഥാർത്ഥ പോരാട്ടം ഇപ്പോൾ C-390യും C-130Jയും തമ്മിലാണ് എന്നത് വേണമെങ്കിൽ പറയാം. എന്നാൽ ഈ ഒരു മത്സരം വെറും സ്പീഡോ പേലോഡോ കൊണ്ടല്ല തീരുമാനിക്കപ്പെടുന്നത്. ടെക്നോളജി ട്രാൻസ്ഫർ, ഇന്ത്യയിലെ നിർമ്മാണം, ദീർഘകാല പരിപാലനം, സംവിധാനം ഇവയെല്ലാം നിർണായക ഘടകങ്ങളായി മാറുമെന്നതാണ്. എംബ്രയർ കമ്പനി മഹീന്ദ്ര ഡിഫൻസിനോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ ലോക്ഹീഡ് മാർട്ടിൻ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസിനോടാണ് ചേർന്ന് സഹകരിക്കാൻ ഒരുങ്ങുന്നത്. ഇന്ത്യയുടെ ലക്ഷ്യം വെറും വിമാനങ്ങൾ വാങ്ങുക മാത്രമല്ല, സ്വദേശീയ പ്രതിരോധ നിർമ്മാണ ശേഷി ശക്തിപ്പെടുത്തുക എന്നതും കൂടിയാണ്. ഈ വിമാനങ്ങൾ ലഡാക്ക് പോലെയുള്ള ഉയർന്ന പ്രദേശങ്ങളിലും വടക്കുകിഴക്കൻ അതിർത്തികളിലും പ്രവർത്തിക്കാൻ കഴിയുമെന്നതാണ്. ചെറിയ റൺവേകളിലും കഠിനമായ ഭൂപ്രദേശങ്ങളിലും ഇറങ്ങാനുള്ള കഴിവ് അത്യാവശ്യമാണ്. യുദ്ധ സാഹചര്യങ്ങളിൽ സൈനികരെയും ആയുധങ്ങളെയും അതിവേഗം എത്തിക്കാൻ ഇവ നിർണായകമാണ്. ഈ പ്രോഗ്രാം വിജയിച്ചാൽ ഇന്ത്യയുടെ എയർ മൊബിലിറ്റിക്ക് പുതിയ ഉയരങ്ങൾ നേടാനാകും. അതേസമയം ഈ തീരുമാനം ഇന്ത്യയുടെ ഭാവിയിലെ പ്രതിരോധ തന്ത്രം എന്തായിരിക്കുമെന്നത് ലോകത്തോട് വ്യക്തമാക്കുകയും ചെയ്യുമെന്നതാണ്. ഇതൊരു സാധാരണ ഡീലല്ല, ഇന്ത്യയുടെ ഭാവിയിലെ ആകാശശക്തി തീരുമാനിക്കുന്ന ഒരു വലിയ പോരാട്ടം തന്നെയാണ്.